മലയാളികളോട്, കേരളത്തോട് കേന്ദ്രത്തിന് എന്തേ ഇത്ര വൈരാഗ്യം കേന്ദ്ര സർക്കാരിന് എന്നാണ് കേരള ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചോദിച്ചത്. കാര്യം ഇപ്പോൾ നമുക്കെല്ലാം അറിയാം. വയനാടിന് ദുരന്തം എപ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോയിട്ട് അവസാനം കേന്ദ്ര സർക്കാർ ആ തനിനിറം കാണിച്ചു. കേരളം കേന്ദ്രത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഭാഗമല്ല എന്ന രൂപത്തിലുള്ള നിലപാട്. എന്താണ് അറിയിച്ചിരിക്കുന്നത്? നവംബർ 10 തീയതിയിട്ട കത്ത് കേരളത്തിന് കിട്ടുന്നത് നവംബർ 14. അതായത് 13 വയനാട്ടിലെയും, ഏറ്റവും വലിയ ദുരന്തം വിതച്ച വയനാട്ടിലെയും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ചേലക്കരയിലെ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് കേന്ദ്രത്തിൻ്റെ കത്ത് കേരളത്തിന് ലഭിച്ചിരിക്കുന്നു. ഈ 4 ദിവസം ഈ കത്ത് എയറിലായിരുന്നു. എന്താണ് കാര്യം? വയനാട് ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് ഇതങ്ങ് കൊടുത്താൽ മതി കേരളത്തിന് കത്ത്. എന്താ കത്തിലെ വിവരം? ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ധനസഹായം തരുന്ന ഒരു കാര്യവും കത്തിലില്ല. ഇപ്പോൾ എത്ര മാസങ്ങളായി? ജൂലൈ അവസാന നാളുകളിലാണ് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും വൻ ദുരന്തമുണ്ടായത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം. പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 400-ലധികം പേര് മരിച്ച, എത്രയോ വൻ നാശനഷ്ടമുണ്ടാക്കിയ ദുരന്തം. ഒരു ദേശീയ സർക്കാർ എന്തെങ്കിലും അതിന് സഹായം പ്രഖ്യാപിക്കേണ്ടേ ന്യായമായിട്ട്? 2018 നൂറ്റാണ്ടിലെ പ്രളയത്തിലും ഇതായിരുന്നു സ്ഥിതി. നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നിലപാട്. വിദേശ സഹായം കിട്ടുമെന്ന് ആയപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് മുടക്കി. ഇപ്പോൾ വയനാട്ടിൽ വിദേശ സഹായം കിട്ടാൻ നിർവാഹമില്ല. പ്രത്യേക പാക്കേജിൽ കേന്ദ്രത്തിൻ്റെ ഒന്നുമില്ല. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ ഒട്ടേറെ ധനസഹായങ്ങൾ കേരളത്തിന് കിട്ടുമായിരുന്നു. കേന്ദ്രത്തിലും അത് മറ്റു രീതിയിലും, കേന്ദ്രത്തിൽ നിന്നും മറ്റു രീതിയിലും അതുണ്ടായില്ല. അതെല്ലാം മുടക്കിയിരിക്കുന്നു. കേരളം സുപ്രീം കോടതി കേസ് പറയാൻ പോയി. പലതവണ കേന്ദ്രത്തിന് കത്തെഴുതി, പലതവണ കേന്ദ്ര നേതാക്കളെ കണ്ടു. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു. ഡൽഹിയിൽ സമരമിരുന്നു. കേരള ഹൈക്കോടതി കേസെടുത്തു. എപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് കേന്ദ്രത്തോട് ചോദിച്ചു. കേരള ഹൈക്കോടതി അറിയിക്കാം എന്ന് പറഞ്ഞു. ഇപ്പം കത്തിൽ അറിയിച്ചിരിക്കുന്നു കേരളത്തെ. ഒരു നയാ പൈസയും തരാനാവില്ല. വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. എങ്കിലും വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് ഊഹിക്കാം. ജനങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഈ കത്തും വന്നു. ഈ കത്ത് വയനാട്ടിലെ ഇലക്ഷന് മുമ്പ്, പോളിങ്ങിന് മുമ്പ് വന്നിരുന്നെങ്കിൽ, ഒരു ദിവസം മുമ്പേ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ എന്ത് പറയുമായിരുന്നു? ഇപ്പോൾ പിക്ചർ മാറിപ്പോയല്ലോ. ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വരുന്നത്. ഇങ്ങനെയുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫെഡറലിസം, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം, ഇതിനെ നമ്മൾ എങ്ങനെ കാണേണ്ടി വരും? ഇതിനെതിരെ എങ്ങനെ പ്രതിഷേധിക്കേണ്ടി വരും? വയനാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞു, പ്രതികരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ പാലക്കാട് ഇലക്ഷൻ 20-ാം തീയതി ഉണ്ട്. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന മലബാറിലെ മറ്റൊരു ജില്ലയാണ് പാലക്കാട്. ആ ജില്ലാ കേന്ദ്രത്തിലെ അസംബ്ലി ബൈ ഇലക്ഷൻ നടക്കുന്നു. അവിടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, കൃഷ്ണകുമാർ. കഴിഞ്ഞ 2 തവണ പാലക്കാട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, നിയമസഭയിൽ ഇലക്ഷനിൽ 2-ാം സ്ഥാനത്ത് വന്നത് BJPയാണ്. BJPയുടെ ശോഭാ സുരേന്ദ്രനും BJPയുടെ ഇ ശ്രീധരനും ഒക്കെ 2ാമതെത്തിയ മണ്ഡലം UDF ജയിച്ചു. അവിടെ ഇക്കുറി BJP ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരമാണ് പാലക്കാട്ടെ വോട്ടർമാർക്കിത്. വയനാട്ടിലും അവസരം നഷ്ടപ്പെടുത്തി കേന്ദ്രമെങ്കിലും പാലക്കാട്ടുള്ള ആൾക്കാർ BJP സ്ഥാനാർത്ഥിക്ക് എങ്ങനെ വോട്ട് ചെയ്യും? കൃഷ്ണകുമാർ എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കും? കേന്ദ്രം കേരളത്തിന് വയനാട് ദുരന്തത്തിന് ഒരു പൈസയും അനുവദിച്ചില്ല. പ്രത്യേക പാക്കേജോ ദുരിതാശ്വാസമോ ദേശീയ ദുരന്ത പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന കാര്യം BJPയുടെ സ്ഥാനാർത്ഥിയും നേതാക്കളും എങ്ങനെ ജനങ്ങളോട് വിശദീകരിക്കും? ഈ ഇലക്ഷന് മുമ്പ്, 20-ാം തീയതിക്ക് മുമ്പ് UDFന്, ഷാഫി പറമ്പിലിനും, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനും, KPCCക്കും DCCക്കും ഒക്കെ എന്താണ് പറയാനുണ്ടാവുക? കേന്ദ്രത്തെ അവർ പിന്തുണയ്ക്കുമോ? കേന്ദ്ര നിലപാടിനെ അല്ലെ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് അവർ ഇലക്ഷൻ പ്രചാരണം നടത്തുമോ? ഇതൊരു വലിയ ടെസ്റ്റ് ഡോസാണ്. ജനങ്ങൾ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത്. കേരളത്തിന്റെ ആവശ്യം തികച്ചും ന്യായമല്ല, 101% ന്യായമല്ലേ?
അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാട് എത്ര ബാലിശമാണെന്ന് നമ്മൾ ആലോചിക്കണം. ബാലിശമല്ല, മാത്രമല്ല ക്രൂരമാണ്. ഇതിനെതിരെ എങ്ങനെ പ്രതിഷേധിക്കണമെന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിന് അവസരങ്ങൾ ഇനിയും വരും. BJP കേരളത്തിലും ഉണ്ടല്ലോ, കേന്ദ്രത്തിൽ മാത്രമല്ലല്ലോ BJP ഉള്ളത്. ഭരണത്തിലില്ലെങ്കിൽ ഇവിടെയും ഒരു പ്രധാന പാർട്ടിയാണല്ലോ, പ്രതിപക്ഷ പാർട്ടിയാണല്ലോ. അപ്പൊ ഇതിന് ന്യായീകരണം ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഒത്തിരി പറഞ്ഞ് പോയ വിഷയമായതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോഴും ഈ കത്ത് വരുന്നവരെ, നവംബർ 10 കത്ത് നവംബർ 14 കിട്ടുന്നത് വരെയും കേരളത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു കേന്ദ്രം എന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്ന്. കാരണം കേരള ഹൈക്കോടതിയിലും കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ കേസിൽ ഹാജരായിട്ട് അത്തരമൊരു സൂചന നൽകിയിട്ടാണ് ഇപ്പോൾ ഈ കത്ത് കേരളത്തിന് കൈമാറിയിരിക്കുന്നത്. നയാ പൈസ തരത്തില്ല, കേന്ദ്ര ദേശീയ ദുരന്തമായിട്ട് കേന്ദ്രം പ്രഖ്യാപിക്കില്ല എന്നുള്ളത്. ഇത് മലയാളിയുടെ, കേരളത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. ആ ചോദ്യം ചെയ്യുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ജനങ്ങൾക്കറിയണം. ഈ BJP പലപ്പോഴും പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ UDF നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്ന് ജനങ്ങൾക്കറിയണം. LDF നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണ. കേരള സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? എത്ര തവണ കേന്ദ്രത്തിനെ കണ്ട് വിശദമായ കണക്കുകൾ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു. ഇനി എന്താണ് കാത്തിരിപ്പ്? ഇനി ആർക്കു വേണ്ടി കാത്തിരിക്കാം? എന്തിനു വേണ്ടി കാത്തിരിക്കാം? പാലക്കാട്ടെ ജനങ്ങൾ അവർ കൂടി ഇതിന് മറുപടി പറയട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.